നമസ്കാരം. മറിയം ഉടമ്പടിയുടെ പേടകമോ? ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് മുൻപ് ഒരു പ്രധാനപ്പെട്ട കാര്യം സ്മരണയിൽ വെക്കണം. ബൈബിള് എഴുതിയപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന പോലെ അധ്യായം, വാക്യങ്ങൾ അങ്ങനെയൊന്നും തിരിച്ചിട്ടല്ല. വാക്യങ്ങൾ തമ്മിൽ വിടവുണ്ടായിരുന്നില്ല, വാക്കുകൾ തമ്മിൽ പോലും വിടവുണ്ടായിരുന്നില്ല. കാളമൂത്രം പോലെ തുടർച്ചയായിട്ടാണ് എഴുതിയിരുന്നത്. ഈ അധ്യായങ്ങളും വാക്യങ്ങളും ഒക്കെ ഇപ്പോൾ നമ്മൾ കാണുന്ന തരത്തിലൊക്കെ ഇടാൻ തുടങ്ങിയത് 13-ാം നൂറ്റാണ്ടിൽ ആർച്ച് ബിഷപ്പ് സ്റ്റീഫൻ ലാങ്ടൻ്റെ കാലത്ത് തൊട്ടാണ് അദ്ദേഹം അത് തുടങ്ങിയത്. അതിനു മുമ്പ് ഹീബ്രുവിലെ മസോറട്ടെ ആളുകളൊക്കെ ചില തരത്തിലുള്ള വിഭജനങ്ങളൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ മൗലിക ഗ്രന്ഥത്തിൽ അധ്യായങ്ങളോ വാക്യങ്ങളോ ഉള്ള വേർതിരിവ് ഉണ്ടായിരുന്നില്ല. ഇത് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഒരു തിരുവചനം വായിക്കാം. വെളിപാട് പുസ്തകം 11-ാമത്തെ അധ്യായത്തിൽ അവസാനത്തെ വാക്യവും 12-ാമത്തെ അധ്യായത്തിൽ ആദ്യത്തെ വാക്യവും. ഞാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം, 11, 12 എന്നുള്ള അധ്യായത്തിന് വേർതിരിവ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ 11-ൽ നിന്നും 12-ലേക്കുള്ള ഒരു വേർതിരിവില്ല. അങ്ങനെ വേർതിരിവില്ലാതെ നമുക്കൊന്ന് വായിക്കാം. അപ്പോൾ സ്വർഗത്തിലെ ദേവാലയം തുറന്നു, അവൻ്റെ ഉടമ്പടിയുടെ പെട്ടകം അവൻ്റെ ആലയത്തിൽ പ്രത്യക്ഷമായി. മിന്നലും നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കന്മഴയും ഉണ്ടായി. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽക്കീഴിൽ ചന്ദ്രൻ, അവളുടെ തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. BC 587 ബാബിലോണിയക്കാർ യഹൂദ രാജ്യത്തെ ആക്രമിച്ചു, ജെറൂസലേമിനെ ആക്രമിച്ചു, ജെറൂസലേം ദേവാലയം തീയിട്ടു. ആ സന്ദർഭത്തിൽ യിരെമ്യാ പ്രവാചകൻ ജെറൂസലേം ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഉടമ്പടിയുടെ പേടകം എടുത്ത് ഒളിപ്പിച്ചു വെച്ചു. എവിടെ ഒളിപ്പിച്ചു വെച്ചു എന്ന് ആർക്കും അറിയില്ല. പിന്നെ ഉടമ്പടിയുടെ പേടകം നമ്മൾ കാണുന്നത് സ്വർഗത്തിലാണ്. സ്വർഗത്തിൽ ദേവാലയം തുറക്കപ്പെട്ടു. അപ്പോൾ അവൻ്റെ ഉടമ്പടിയുടെ പെട്ടകം കാണപ്പെട്ടു. സ്വർഗത്തിൽ ദേവാലയം തുറന്നപ്പോൾ അവൻ്റെ ഉടമ്പടിയുടെ പേടകം അവിടെ കാണപ്പെട്ടു. നമ്മളത് നോക്കുമ്പോൾ കാണുന്നതോ സൂര്യനെ ഉടയാടയായി അണിഞ്ഞ ഒരു സ്ത്രീ. അവളുടെ കാലുകൾക്കടിയിൽ ചന്ദ്രൻ, തലയിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കുക എന്താണ്? ഉടമ്പടിയുടെ പേടകം എന്ന് പറയുന്നത് മരം കൊണ്ടുള്ള ഒരു പെട്ടി അല്ല. അത് പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. അതല്ല, മറിച്ച് അത് ജീവനുള്ള ഒരു സ്ത്രീയാണ്. ദൈവപുത്രനെ, ദൈവം തന്നെയായ പുത്രനെ, എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന് എലിസബത്ത് വിളിച്ചത് ആരെയാണോ ആ യാഹ്വയെ, ദൈവത്തെ ഗർഭത്തിൽ ചുമന്ന ആ സ്ത്രീ അല്ലാതെ മറ്റാരാണ്, മറ്റെന്താണ് ഉടമ്പടിയുടെ പേടകം?